നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. പുതുമുഖ സംഗീത സംവിധായകരിൽ ശ്രദ്ധേയനായ ഗോപി സുന്ദറായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. ഗോപിയുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ഗോപി സുന്ദർ ജനത്തിൻ്റെ മനസ്സിൽ ഒരു ഇടം കണ്ടെത്തിയതിലൂടെ എന്താ കാരണം എന്ന് വെച്ചാൽ, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നുള്ളത് ഒരു പക്ഷേ പെട്ടെന്ന് ജനങ്ങളുമായിട്ട് അങ്ങോട്ട് സമ്മതിക്കുന്നൊരു സംഭവമല്ല. അത് സിനിമയുടെ ആകെ തുകയിൽ നിൽക്കുന്നൊരു സാധനമാണ്. അത് ഒരു പക്ഷേ ഒരു ടെക്നീഷ്യൻ്റെ ഒരു തരത്തിലേക്കാണ് അത് മാറുന്നത്. പക്ഷെ ഒരു സംഗീത സംവിധാനം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള സംവേദനമാണ്. അവിടെയാണ് ഈ പാട്ട് ഒരു പക്ഷേ ഗോപി സുന്ദറിനെ വേറൊരു തരത്തിലേക്ക് ആക്കുന്നത്. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അയ്യോ, ഞാൻ എന്നും തിരിഞ്ഞു നോക്കാറുണ്ട്. ആരെ തിരിഞ്ഞു നോക്കാണ്? പലരെയും തിരിഞ്ഞു നോക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ ഗോപി സുന്ദറിനെ അന്വേഷിച്ച് വന്നോ ഇത് കഴിഞ്ഞപ്പോൾ, ഈ സിനിമ ഹിറ്റായപ്പോൾ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല. അങ്ങനെയൊന്നും പെട്ടെന്ന് മലയാളികൾ വരില്ല. മലയാളി അങ്ങനെ അംഗീകരിക്കില്ല. ഒന്ന് അവന്റെ മാറി നോക്കിയിട്ട് വരുള്ളൂ. അവൻ ഒരു ചക്കയിട്ടു ഒരു മൊയില് ചത്തു, അതാണോ ഉദ്ദേശിക്കുന്നത്? അതെ. പക്ഷെ ഗോപിക്ക് അറിയായിരുന്നു. പക്ഷെ ഞാനത് ചക്കയിട്ട് മൊയിൽ വന്ന് വീണതല്ല, ഒരു പക്ഷെ ഇനിയും ഒരുപാട് മൊയിലുകൾ വീഴുമെന്ന്. അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഒന്നുമില്ല. അതിന്റെ വഴിക്ക് വിട്ടു. കൽബിലെത്തിയുടെ ആ പാട്ടിന് കിട്ടിയ ഒരു അംഗീകാരം, സ്റ്റേജിൽ നിന്ന് ആ ഒരു പുരസ്കാരം വാങ്ങി ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് എനിക്ക് തോന്നി. അന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ അവിടെ ഒരു പറ്റം കോഴിക്കോട്ടിലെ കുറേ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് വേറൊരു അവാർഡ് എനിക്ക് തന്നു. അതെനിക്ക് ലൈഫിൽ ഇന്നും മറക്കാനാവാത്തൊരു അവാർഡാണ്. അവിടെ എല്ലാവരും നിന്നും അതിലൊരാളെന്നോട് വർത്തമാനം പറഞ്ഞ് ഞങ്ങളുടെ പാട്ട്, ഞങ്ങൾക്കൊരു കാറുണ്ട്, ആ കാറിലൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ആ മ്യൂസിക് സിസ്റ്റത്തിൽ ബാബുക്കയുടെ പാട്ടുകൾ പ്ലേ ചെയ്യും, പിന്നെ ഇംഗ്ലീഷ് സോങ്സ് പ്ലേ ചെയ്യും, മലയാളം സോങ്സ് ഞങ്ങൾ പ്ലേ ചെയ്യാറില്ല, പുതിയ മലയാളം സോങ്സ് ഒന്നും പ്ലേ ചെയ്യാറില്ല. ബാക്കി ലോകത്തുള്ള എല്ലാ പാട്ടുകളും അതിൻ്റെ പ്ലേ ചെയ്യും. ഇപ്പം ഞങ്ങളുടെ കാറിൽ ഒരു CD ഉള്ളൂ, അത് അൻവറിലെ CD ആണെന്ന്. അതിൻ്റെ സൗണ്ടിങ്ങും അതിൻ്റെ ടെക്നിക്കാലിറ്റിയും എല്ലാവരും ഒന്ന് സംസാരിച്ചു. അപ്പം കാലിക്കറ്റിൽ നിന്നുള്ള ഒരു പറ്റം ഒരു മുസ്ലിം ഗ്രൂപ്പ് ഓഫ് ഒരു യങ്സ്റ്റേഴ്സ് വന്ന് നമുക്ക് തരുന്ന ആ ഒരു വാക്കാണ് പിന്നീട് ഈ ഒരു പ്രൊഫഷൻ അവരോട് നീതി പുലർത്തണം, അല്ലെങ്കിൽ അവരോട് സ്നേഹം, അവർ അന്ന് തന്ന സ്നേഹത്തിന് നമ്മൾ ഈ ഫീൽഡിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നും ഇവരുടെ മനസ്സിലൊരു സ്ഥാനം എനിക്ക് എന്നും ഉണ്ടെന്നും വ്യക്തമായൊരു ധാരണയിലോട്ട് എത്തുന്നത് അന്ന് തന്നെയാണ്. ഗാലറി വളരെ പ്രധാനമാണ് ഒരു കളിക്കാരൻ. എന്താ ഗാലറി വളരെ പ്രധാനമാണ്. അതെ അതെ അല്ലേ? ഡെഫിനറ്റ്ലി. ഒരു പക്ഷെ ഒരു കളിക്കാരൻ്റെ എനർജി ലെവലിൽ നിർണ്ണയിക്കുന്ന ഗാലറിയാണ്. തീർച്ചയായിട്ടും. ഒരു ലൈവ് ഷോ ചെയ്യുമ്പോൾ പോലും ഈ ആളുകൾ വളരെ ദൂരെ നിന്നിട്ട് ആർപ്പുകൾ വിളിച്ചിട്ട് ഈ സ്റ്റേജിലിരിക്കുന്നവർക്ക് ഒന്നും ഉണ്ടാകുന്നില്ല. അന്ന് ഞങ്ങൾ ജാം ഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ പെട്ടെന്ന് മഴ പെയ്തപ്പം ബാക്കിലുള്ള ആ ഒരു റിയൽ ലവിങ് അല്ലെങ്കിൽ ബലം പിടിച്ചിരിക്കാത്ത കുറേ ടീമുകൾ ഫ്രണ്ടിലോട്ട് വന്ന് ഫ്രണ്ടിലുള്ള VIPs എല്ലാം ഓടിപ്പോയി. ഈ ബാക്കിലുള്ള ക്രൗഡ്സ് വന്ന് ഫ്രണ്ടിൽ വന്ന് നിന്നപ്പോഴാണ് ശരിയായിട്ട് ആ പ്രോഗ്രാമിൻ്റെ സക്സസ് നമുക്ക് ഞങ്ങൾക്കുള്ളിലോട്ടൊരു എനർജി ഫീൽ ചെയ്യുന്നത്. അതുപോലെ എല്ലാ ക്രിയേഷനും, ഏതൊരു ക്രിയേറ്റിവിറ്റി ആർക്കും ഒരു ഏതൊരു പ്രോഗ്രാം എന്താ അവതരിപ്പിച്ചാലും അതിൻ്റെ ആ ഒരു ഗാലറി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗോപി സുന്ദറിലൊരു ഗായകൻ, നല്ലൊരു ഗായകൻ ഗോപി സുന്ദറിലുണ്ടെന്ന് ഗോപി തിരിച്ചറിഞ്ഞു. നേരത്തെ തിരിച്ചറിഞ്ഞാണോ അതേ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞാണോ? ഒരു ധൈര്യം കിട്ടിയോ? ഇല്ല, അതിന് ധൈര്യം ഒന്നും ആവശ്യമില്ല. പാടുന്നു, ചില എക്സ്പ്രഷൻസ് നമ്മൾ പാട്ടിനെ ഒരിക്കലും ഞാനൊരു പാട്ട് പാടുന്നതായിട്ടല്ല കാണുന്നത്, ഒരു എക്സ്പ്രഷൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അതൊരു എത്ര വൃത്തികെട്ട സൗണ്ടുള്ള ഒരാൾക്കും പാടാൻ കഴിയും ആണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് പാടാനായിട്ട് ശബ്ദമോ അല്ലെങ്കിൽ നല്ല കണ്ടനാളമോ അതൊന്നുമല്ല, അതിനേക്കാൾ ഉപരി നമ്മളുടെ എത്ര അരോചകമായിട്ടുള്ള ശബ്ദത്തിലൂടെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഇമോഷൻ മറ്റൊരാളിലേക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എടുക്കുന്ന ആ ഒരു സ്ട്രെയിനും, അതിലാണ് ശരിയായ സംഗീതം, അല്ലെങ്കിൽ അത് ആ ആത്മാവിൽ നിന്ന് ആത്മാവിലോട്ട് ആ സംഗീതം. ഗോപി ഒരു സംഗീത സംവിധായകനാണ്, താങ്കളൊരു മ്യൂസീഷ്യനാണ്, പ്രോഗ്രാമറാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ചെയ്യുന്ന ആളാണ്. ഒരു പക്ഷേ തൻ്റെ ശബ്ദം ഒരു സിനിമയിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് തൻ്റെ ഒരു ഇമേജിനെ ഒരു മോശമായിരിക്കുമോ എന്നൊരു തോന്നല്? അങ്ങനെ പേടിയൊന്നുമില്ല. ഒരു പേടിയില്ല. അങ്ങനെയൊന്നും ഇമേജ് കോൺസെപ്റ്റ് ഒന്നുമല്ല. ഇത് ലൈക്ക് പ്രൊഫഷണൽ വകതിരിവൊന്നും നമുക്ക് വേണ്ടതില്ല. അല്ല, അങ്ങനെയല്ല. നമുക്ക് ജനങ്ങളോട് എന്താ പറയാ, എൻ്റെ ഒരു ക്രിയേഷനാണത്. അത് അംഗീകരിച്ച സന്തോഷം, അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ ഇതിൽ ചില സംഗീത സംവിധായകന്മാർ ഒന്നും മടിച്ചു നിൽക്കും, എൻ്റെ വേണ്ട. അപ്പം ചില ആൾക്കാർ വീണ്ടും ഒന്ന് പ്രോഡ് ചെയ്യും, അല്ല നിങ്ങൾ പാടണം. അങ്ങനെ പാടിയതാണോ ഉസ്താദ് ഹോട്ടലിലെ ആ പാട്ട്, അതെയോ ഞാൻ തന്നെ പാടാമെന്ന് തീരുമാനിച്ചതാണ്? ഇല്ല, ചില പാട്ടുകൾ എന്താ പറയുക, നമ്മൾ പാടുമ്പം
പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇപ്പം ബാബുക്ക പാടിയിട്ടുള്ള ബാബു രാജ് സാർ പാടിയിട്ടുള്ള പല പാട്ടുകളും നമ്മൾ ബാബുക്ക പാടിയായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ അതിന് മുകളിലോട്ടൊരു ഭാവം ഇല്ലെന്ന് തോന്നുന്നു. അത് ആരുടെ ശബ്ദം അതിന് മാറ്റി വെച്ചാലും അദ്ദേഹം പാടുന്ന ഒരു ഫീൽ, അതൊരു കമ്പോസർ, ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ നോക്കുന്ന പോലെ വേറെ ആർക്കും നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ ആ പാട്ട് പാടുമ്പോൾ എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വേറെ ആരും പാടിയും കിട്ടിയിട്ടില്ല. ഞാൻ പാടിയ പാട്ടുകൾ തന്നെ 5-6 സിംഗേഴ്സിനെ കൊണ്ട് പാടിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്നെ ആ ഒരു സാറ്റിസ്ഫാക്ടറി പോയിന്റിൽ നിന്ന് മുകളിലോട്ടൊരു സിംഗർ വരുമ്പോഴാണ് ഞാൻ പലപ്പോഴും ആ തീരുമാനം ഗോപിയുടെ തീരുമാനമായിരുന്നു. അത് ഒബ്വിയസ്ലി എൻ്റെ ക്രിയേഷൻ ആകുമ്പോൾ എൻ്റെ അല്ല, എന്നാലും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു സംവിധായകൻ്റെ ഒരു ധൈര്യം പറഞ്ഞു, സിനിമാ സംവിധായകൻ പറയാണ് ഗോപി തന്നെ പാട്, മറ്റൊന്നും ശരിയാകുന്നില്ല, അതെയോ ഗോപി തന്നെ പറയുന്നത് ഞാൻ തന്നെ പാടാൻ പോകും? ഇല്ല, അങ്ങനെയല്ല. പലപ്പോഴും പടത്തിന്റെ ഡയറക്ടേഴ്സ് തന്നെയാണ് സജസ്റ്റ് ചെയ്തത് ഗോപി പാടി തന്നെ മതി. എന്നിട്ട് ഞാനാണ് ഫൈറ്റ് ചെയ്യുക, ബാക്കിയുള്ള സിംഗേഴ്സിനോട് പാടിച്ചാൽ മതി, ഞാനാണ് ഫൈറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഇങ്ങനെയല്ല, വേറെ സിംഗർ ഉപയോഗിക്കാം, ഇത് നന്നായിരിക്കുന്നുണ്ട് ഞാനാണ് സജസ്റ്റ്, അല്ലെങ്കിൽ എല്ലാ പാട്ടും ഞാൻ പാടുന്ന പറഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെയല്ല, ചില പാട്ടുകൾ, ചില സ്പെഷ്യലായിട്ടുള്ള ചില സോങ്സ് നമ്മൾ പാടുമ്പം ആ ഒരു ഫീലിൽ മുകളിലോട്ട് ഇനി വേറൊരു സിംഗർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നുന്ന പക്ഷം മാത്രമേ എൻ്റെ വോയിസ് ഉപയോഗിച്ചിട്ടുള്ളൂ. അവിടെ നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഉപയോഗിക്കും. അവിടെ ഞാനൊരു ഞാൻ എൻ്റെ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് മ്യൂസിക്കിനെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു മ്യൂസിക് ഡയറക്ടറും എന്നിലുള്ള സിംഗറിനെ ഞാനൊരു സിംഗറായിട്ടും കാണുന്നുണ്ടായിരിക്കുന്നു. ഉസ്താദ് ഹോട്ടൽ ആ ഒരു പിടുത്തത്തിലാണ് ഒരു പക്ഷേ ഗോപിക്ക് ഒരു പൂർണ്ണത വന്നു, ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. പക്ഷെ ഒരുപാട് വിമർശനങ്ങളും വന്നു. അതിലും ഞാൻ പറഞ്ഞില്ലേ, നോട്ട് ബോദർ, നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാന്നുള്ളതാണ്. ഇതിങ്ങനെ ചെയ്യണമെന്ന് എങ്ങനെ? ഞാനൊരു തുണിക്കടയിൽ നിൽക്കായിരുന്നു, അപ്പോൾ ഒരു മെസ്സേജ് വന്നു. അതിനു മുമ്പ് ഈ സിറ്റുവേഷൻ വേറെ പാട്ട് ഞാൻ ഓൾറെഡി കമ്പോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അൻവർ റഷീദിന്. മച്ചാനെ നമുക്ക് ഇങ്ങനെ ഒരു സാധനം പിടിച്ചാലെന്നുണ്ട് 2 ലൈൻ അയച്ചു തന്നു. ഇതൊരു പഴയ ഒരു വീടുകളിലൊക്കെ പാടുന്ന അമ്മായി പാട്ടാണ്. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടപ്പോ മരുമനുക്ക് വട്ടായി പോയി എന്നൊക്കെ പറഞ്ഞില്ലേ. അവർ 2 ലൈനേ ഉള്ളൂ, അമ്മായി ചുട്ടത് മരുമനുക്കായെന്നുള്ളൂ. അപ്പോൾ ഞാനപ്പോൾ തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ മൂളിപ്പാട്ടായിട്ട് ഈ മനസ്സിൽ കിടക്കുന്ന ലൈൻ വെച്ച് പാടിയ ഒരു ട്യൂണാണ്, അതപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അപ്പോൾ ഉണ്ടായൊരു പാട്ടാണ്. അപ്പോൾ എല്ലാ പാട്ടുകളും ഇങ്ങനെ തന്നെയാണ്. പല ജോലിക്ക് ഷോപ്പിൽ നിന്ന് ആദ്യം പാടി, ടെസ്റ്റ് ഷോപ്പിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് പാടിയതാണ്. അപ്പോൾ ആദ്യം പിന്നെ വസ്ത്രം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, വസ്ത്രം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ് ചേഞ്ച് ചെയ്ത് മറ്റേ ഇവിടുത്തെ ട്രയൽ റൂമിൽ പോയിട്ടാണ് ഇത് പാടിയത്. ട്രയൽ റൂമിൽ പോയിട്ട് കമ്പോസിഷൻ നടന്നത് അവിടെയാണ്. അതെ, അവിടെയാണ്. അങ്ങനെ കമ്പോസിഷൻ നടന്ന സ്ഥലങ്ങൾ വളരെ വികൃതമായ സ്ഥലങ്ങളൊക്കെ കമ്പോസിഷൻ നടക്കാറുണ്ട്. അപ്പങ്ങളമ്പാട് നടന്ന ഒരു ട്രയൽ റൂമിലാണ്. സോ അത് കഴിഞ്ഞു പുറത്തു വന്ന് അങ്ങനെ അതിന്റെ പ്രോഗ്രാമിലോട്ട് കയറി. അപ്പം അതിനൊരു മാപ്പിള ഫസ്റ്റ് കമ്പോസ് ചെയ്ത വേർഷനിൽ ഒരു മാപ്പിള ഫീൽ കുറയുന്നുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ മാപ്പിള ഫീലിലോട്ട് കൊണ്ടുവരുന്നതായിരുന്നു. വെളുപ്പിന് 5 മണിക്ക് പെട്ടെന്ന് ചാടി എണീറ്റു റെക്കോർഡ് ചെയ്തു. എന്നുള്ള ലൈൻ വന്നു. അപ്പോഴാണ് അത് കട്ട് ചെയ്ത് ഞാൻ പിന്നെ കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ എണീറ്റു, പ്രോഗ്രാമിങ്ങിന് ഇരുന്നു, റെക്കോർഡ് ചെയ്തൊക്കെ എടുത്ത് വെച്ചു, പ്രോഗ്രാമിങ് തുടങ്ങി. ഒരു ദിവസം കൊണ്ട് പാട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ അന്ന വന്നു, പാട്ട് പാടി. നെക്സ്റ്റ് ഡേ അയച്ചു. എല്ലാവരും ആദ്യം ഒരു റിയാക്ഷനും അല്ലേ ഈ പാട്ട് കേട്ടിട്ട്, ഈ പാട്ട് ശരിയാവും എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ വന്നു. ഞാൻ പറഞ്ഞു കണ്ണുമൂടി അടിച്ച സൂപ്പർ ഹിറ്റാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആ പാട്ട് ഇറങ്ങുന്നത്. ഈ ഡയലോഗാണ് മറ്റേ ഗോപിയുടെ ഏറ്റവും പഞ്ച് ഡയലോഗ്. ഇത് സൂപ്പർ ഹിറ്റാണ്. അതായത് കണ്ണുമൂടി അടിച്ചത് സൂപ്പർ ഹിറ്റാണ്. അതായത് ഞാനൊരു സാധാരണ ലേമാനാണ്. എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ലേമാനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിരിക്കണം. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മനസ്സിനെയും എൻ്റെ രീതികളെയും ജനങ്ങളിൽ നിന്ന് ഒട്ടും മാറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഗാലറിയിൽ അതായത് ഇവിടെ തൃശ്ശൂരും ഇവിടെയൊക്കെ ജനിച്ചു വളർന്ന ആ സാഹചര്യം ഗോപിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ആ ഒരു ധൈര്യം ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ 2 കാലും ഈ പറഞ്ഞ തെരുവിൽ വെച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ ഒരു തിണ്ണപരത്തിലാണ് ഗോപി പറയുന്നത് ഇത് സൂപ്പർ ഹിറ്റാണ്. സൂപ്പർ ഹിറ്റാണ്. ഒരു കാലം നമ്മൾ പ്ലാറ്റ്ഫോമിൽ മറ്റൊരു കാലം കണ്ണും പൂട്ടി നിന്നോ, എന്താണ് കണ്ണും പൂട്ടി അടിച്ചോ, കണ്ണും പൂട്ടി അടിച്ച സൂപ്പർ ഹിറ്റ് ആയിരിക്കും. കണ്ണും പൂട്ടി അടിച്ച സൂപ്പർ ഹിറ്റാണ്. അതിന് ഗോപി പറഞ്ഞ ആ 5 മണിക്ക് പുലർച്ചെ എഴുന്നേറ്റിട്ട് അതിനകത്തൊരു ഒരു മുസ്ലിം സാധനം കയറ്റിയതാണ് ഒരു പക്ഷേ ആ പാട്ടിന്റെ സ്പിൻ. അതെ, പിന്നെ ഉണ്ടായത് പുട്ടുകുത്തി വട്ടായി പോയെന്ന് പറഞ്ഞില്ലേ. അതായത് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് തലയൊക്കെ ഇങ്ങനെ പിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇതൊന്നും പോരാ പ്രേക്ഷകർക്ക്. എന്ന് വെച്ചാൽ ഞാൻ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു സാധാരണ പ്രേക്ഷകനായി, അവൻ്റെ തേഴ്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അവനുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സാധനം കൊടുത്തിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഞാൻ പലതും ചെയ്യുമ്പോൾ ഞാൻ എന്നിലുള്ള പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്തേ പറ്റും. അപ്പോൾ ഞാനൊരു ലൈൻ ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു 2 നോട്ട്സ് ഞാൻ കണ്ടെത്തി കഴിയുമ്പോൾ ഊതറ സാധനം ഇത് നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പറ്റൂല എന്നുള്ള ചിന്തയാണ് മനസ്സിലോട്ട് വരുന്നത്. ഒരു സാധനം പ്രേക്ഷകർ മാറി നിന്ന് നമ്മളെ വിമർശിക്കുകയാണ്. മാറി നിന്ന് നമ്മൾ വിമർശിക്കണം. ഇതൊക്കെ ആരെടുക്കാനും വല്ല അമ്മയൊക്കെ ആണെങ്കിൽ പിന്നെ പുട്ടൂത്തി വട്ടായി പോയിട്ടുണ്ട്. ഈ പാട്ട് കേട്ട് വട്ടായി പോയിട്ടുണ്ടെന്നൊരു ലൈനാണ്, വട്ടായി പോയി എന്നുള്ള ലൈൻ സ്ട്രക്ക് ആയത്. അമ്മായി പുട്ടുകുത്തി വട്ടായി പോയി മതി എന്നുകൊണ്ട് വട്ടായി പോയി കയറ്റിയത്. അങ്ങനെ ആ പ്രേക്ഷകരിൽ നിന്ന് തന്നെയാണ് അത് എടുക്കുന്നത് നമ്മൾ. അങ്ങനെ
പല ഇൻസിഡൻസ് ഉണ്ട് ഓരോ ലൈനിൽ നമ്മൾ കിട്ടുന്നില്ല. അപ്പോൾ ആ വട്ടായിപ്പോയി എന്ന് പറഞ്ഞ വാക്കാണ് കുട്ടികൾ ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഒരു സന്തോഷമായത്. ഏറ്റവും ചെറിയ കുട്ടികൾ വരെ വട്ടായിപ്പോയി എന്ന് പറഞ്ഞ് പാടുന്നു. അതാണ് ആ പാട്ടിന് കിട്ടിയ ഏറ്റവും വലിയൊരു ഓസ്കാർ. വട്ടില്ലായിരുന്നെങ്കിൽ ഇത് എട്ട് കെട്ടി പൊട്ടി. അതുപോലെ അവിടെ വേറൊരു ആ പാട്ടിന് വേറൊരു സ്പെഷ്യാലിറ്റി വന്നു. ഒരു പക്ഷേ അത് ഒരു നോർമലായിട്ടുള്ളൊരു സിംഗിങ്ങിൻ്റെ രീതിയിലേക്ക് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പാട്ട് ക്ലിക്ക് ചെയ്യില്ല. ഡെഫിനറ്റ്ലി ഇല്ല. വരട്ടെ, ആ ചെരുവ് ഞാൻ കാണിച്ചു തരാം. ഗോപി സുന്ദറിൻ്റെ മ്യൂസിക് സ്റ്റുഡിയോയിലാണ് അന്ന കത്രീന വാലയിൽ എന്ന പിന്നണി ഗായികയുടെ ജനനം. സൺസ ഈസ് മൈ സെക്കൻഡ് ഹോം. ഗോപി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാറിൻ്റെ സ്റ്റുഡിയോ പറ്റിയാണ് പറയേണ്ടത്. സാറിൻ്റെ സ്റ്റുഡിയോ സാറിൻ്റെ ഒരു റിസർച്ച് കേന്ദ്രമാണ്. ഹി ഹാസ് 2 കോൺസിക്യൂട്ടീവ് സ്റ്റുഡിയോസ്. അതിൽ എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ കസേരകൾക്ക് ഒരു കുറവുമില്ല. കാരണം സാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പിള്ളേരെ ഞാൻ നിന്നാ പണിയെടുത്തേ, അതുകൊണ്ട് എൻ്റെ സ്റ്റുഡിയോയിൽ എന്നും ആർക്കും നിന്ന് പണിയെടുക്കേണ്ടില്ല, എപ്പോഴും ഒരു കസേര കാണും. ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി ഓഫ് എ സ്റ്റുഡിയോ. അനദർ തിങ് ഇസ്, എന്നെ കണ്ട ഞാൻ പണ്ട് മെലിഞ്ഞായിരുന്നു. ഇപ്പം ഞാൻ തടി വെക്കാൻ കാരണം സാറിൻ്റെ സ്റ്റുഡിയോയിൽ എപ്പോൾ ചെന്നാലും ഭയങ്കര നല്ല ആഹാരമാണ്. ഹി ലവ്സ് ഹിസ് ഫുഡ്, ഹി ലവ്സ് ഹിസ് മ്യൂസിക്. ഷേക്സ്പിയർ പറഞ്ഞ പോലെ ഇഫ് മ്യൂസിക് ബി ദ ഫുഡ് ഓഫ് ലൈഫ്, പ്ലേ ഓൺ. അതാണ് സാറിൻ്റെ സ്റ്റുഡിയോയെ പറ്റി എനിക്കും പറയാനുള്ളത്. ഈ വട്ടായിപ്പോയി എന്നുള്ള പാട്ട് പാടാൻ വേണ്ടി ഇങ്ങനെ ഒരാളെ കണ്ടെത്തിയത് വളരെ കറക്റ്റായി. ഓക്കെ, ഇപ്പൊ ഞാൻ ഞാനൊന്നും പറഞ്ഞില്ല, ഗോപി ചിരിച്ചു. ശരിക്കും മ്യൂസിക് ഞാൻ പറഞ്ഞതിനോട് ചോദിച്ചോ? എന്ത് ഞാൻ പറഞ്ഞതിനോട് ചോദിച്ചു? എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ, ഇനി എനിക്ക് വേറെ പാട്ടുകൾ പാടിക്കണ്ട. അല്ല, കോംപ്ലിമെന്റ് അല്ലേ? കോംപ്ലിമെന്റ് ആണ്. അവർക്ക് എന്താ പറയാ, അന്നയുടെ വട്ടാണ് അവരുടെ മ്യൂസിക്. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ മനുഷ്യരിലും ഉണ്ട് ഒരു വട്ട്. പക്ഷെ അന്നയുടെ വട്ട് ഇതിനൊരു ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നു. തീർച്ചയായിട്ടും. അതായത് മേൽമേൽ എന്ന് പറഞ്ഞ പാട്ട് പാടാനാണ് എന്നെ വന്നത്. അപ്പോഴാണ് എപ്പങ്ങളും പാടുന്നത്. അതിനേക്കാൾ ഉപരി മുമ്പ് ഒരു സംഭവിച്ചിട്ടുണ്ട്. വേറെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സുമേഷ് പരമേശ്വർ എന്ന് പറഞ്ഞ ഒരു ഗിറ്റാറിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യയാണ് എന്നെയാണ് ഗിറ്റാർ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അദ്ദേഹം കൊച്ചിലെ കേട്ട് മറന്ന ആ ശബ്ദം ഒരിക്കൽ എന്നോട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെട്ടെന്നൊരു വോയിസ് വേണമല്ലോ സുമേഷ് എന്ന് പറഞ്ഞപ്പോൾ സുമേഷ് പറഞ്ഞു, എനിക്ക് പരിചയമുള്ളൊരു കുട്ടിനെ ഞാൻ കൊണ്ടുവരാൻ ശരി വരട്ടെ പാടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പാടി. അപ്പോൾ തന്നെ എനിക്ക് ആ വോയിസ് സ്ട്രൈക്ക് ചെയ്തു. സാധാരണ കേൾക്കുന്നൊരു വോയിസ് അല്ലല്ലോ, സാധാരണ ഒരു സ്ത്രീയുടെ വോയിസ് അല്ല, ഒരു പ്രത്യേകം വോയിസ്. ഇത് അന്ന് തന്നെ വളരെ അട്രാക്ട് ചെയ്തു. അന്ന് ഞാനത് മനസ്സിലിട്ടിരുന്നു. ഈ അപ്പങ്ങളുമായിട്ട് പാട്ട് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ ലോക്ക് ചെയ്തത് തന്നെയുടെ വോയിസ് ആണ്. ഈ പറഞ്ഞ പോലെ താങ്കളുടെ ഫ്ലാഷിന് വന്നൊരു ദുര്യോഗം ഈ പാട്ടിന് വന്നില്ല. എല്ലാ ടെലിവിഷനിലും എല്ലാ റേഡിയോ ചാനലുകളിലും ഇത് നിറഞ്ഞിരുന്നു. ഒരു പക്ഷേ എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കാൻ പറ്റിയൊരു പാട്ടെന്ന രീതിയിലേക്കാണ് ഇത് ഉരുത്തിരിഞ്ഞത്. അതേസമയം തന്നെ ഒരുപാട് വിമർശനം, ഇതൊരു പാട്ടാണോ അതോ ഇത് പാട്ടയാണോ എന്നൊരു ചോദ്യം. എല്ലാ ക്രിയേഷനും എതിരഭിപ്രായങ്ങളുണ്ട്. ഏതൊരു ക്രിയേഷൻ, ഒരു ചിത്രം വരച്ചിട്ട് ഇത് എന്ത് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോ അഭിപ്രായമായിരിക്കും പറയും. സോ അതിൽ കൂടുതൽ ആളുകൾ നല്ല അഭിപ്രായം പറയുമ്പോഴാണ് അത് ഹിറ്റാവുന്നത്. ഒരിക്കലും അപ്പങ്ങളും പാടെന്ന് പറഞ്ഞ പാട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള മറ്റു പല പാട്ടുകളും ഒരു ലോകാംഗീകൃതമായ ഭയങ്കര അംഗീകരിക്കപ്പെട്ട ഒരു സംഭവമാണെന്നോ അതൊരു മഹത്തരമായ സംഭവമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാനൊന്ന് ചെയ്യുന്നു, പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്നവരെ അംഗീകരിക്കുന്നു. അത് ഇഷ്ടപ്പെടുന്നവരുടെ അളവ് കൂടുമ്പോൾ, ഇപ്പോൾ ഒരു ഗായകനൊരു പാട്ട് പാടുമ്പോൾ സ്റ്റേജിൽ 1000 പേര് കൈയടിക്കുന്നു, 1-2 പേർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അവരെ കൈയടി ആരും കേൾക്കത്തുമില്ല. ആ സിനിമയുടെ ഒരു വിജയ ചേരുവയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഒരു തലമായിരുന്നു ഈ പാട്ട്. അതെ, അങ്ങനെയാണ് കാണുന്നത്. അതെ, ആ പ്ലാറ്റ്ഫോം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു, അത് ജനങ്ങളിലോട്ട് എത്തിക്കുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ അടുത്ത് അപ്പങ്ങളും പാടും പാടാൻ പറഞ്ഞാൽ പാടും. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അത് അവനത് ഹാപ്പി ആയിട്ട്. ഒരുപക്ഷെ ഈ പാട്ടൊരു ദശാബ്ദങ്ങളൊന്നും അങ്ങനെ നിൽക്കണമെന്നില്ല. ഇല്ല, ദശാബ്ദങ്ങൾ നിന്നുകൊണ്ട് നമുക്കൊരു ഗുണമില്ല. അങ്ങനെ സമയത്ത് ആ പടത്തിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു പാട്ടാണ്. ദശാബ്ദങ്ങൾ നിൽക്കേണ്ട ഗാനങ്ങളുണ്ട്, മെലഡി ആയിട്ടുള്ള പാട്ടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിൽക്കണം, ഒരുപാട് കാലം നെക്സ്റ്റ് ജനറേഷൻ അത് കേൾക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. വരുന്നിടത്ത് വെച്ച് കാണാം, അതാണ് ഗോപിയുടെ ഒരു പ്രത്യേകത. വേണമെങ്കിൽ ഒരുപക്ഷെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള, മറ്റ് നേരത്തെ പറഞ്ഞ പോലെ കണ്ണും പൂട്ടിയിരുന്നു സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞ പോലെ, എന്താണ് കണ്ണും പൂട്ടിയടിക്ക് സൂപ്പർ ഹിറ്റ്. കണ്ണും പൂട്ടിയടിക്ക് സൂപ്പർ ഹിറ്റ്, അതാണ് ഇനി ഗോപിയുടെ ഒരു ക്യാച്ച് വേർഡായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അതെ, അതൊരു ടാഗ് ലൈൻ ഈ പരസ്യത്തിൽ പറഞ്ഞത്. സിനിമയിലെ പ്രൊട്ടോഗണിസ്റ്റിനെ വെച്ചുകൊണ്ട് പാടിക്കുക, അത് അവിടെ ഒരു നല്ലൊരു വാണിജ്യ കണ്ണ് ഗോപിക്കുണ്ട്. പക്ഷെ വേണമെങ്കിൽ വലിയൊരു വിമർശനം ഉണ്ടാകാം. ഈ അടുത്ത കാലത്തുണ്ടായ വലിയൊരു സംഭവവാസം പോലെ വേണമെങ്കിൽ അത് തിരിഞ്ഞു കുത്താം.
ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായോ? അതെ. എന്താ ഈ ഒരു മസാല ചേരുവകയുടെ ഒരു ആദ്യം ഇതിന് ഞാനൊരു മസാല ചേരുവയായിട്ടാണ് കരുതിയത്, സത്യം. ഇപ്പോൾ ചില എക്സ്പീരിയൻസിലൂടെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താൻ കഴിയും, ചില യാഥാർത്ഥ്യതകൾ. അങ്ങനെ പറയുമ്പോൾ ആദ്യം ഇതിനൊരു ചുമ്മാ ഒരു കൗതുകം, പ്രേക്ഷകനാണല്ലോ, മനസ്സിലൊരു പ്രേക്ഷകനുണ്ടല്ലോ. അതെ, പെട്ടെന്ന് ഒരു പ്രൊമോഷൻസ് ആണ്. ഓക്കെ, പെട്ടെന്നൊരു ആക്ടർ പാടി എന്ന് പറയുമ്പോൾ എന്നൊരു ദിലീപ് പാടിയ സിനിമ. അതെ, അത് അതിനേക്കാളുപരി അൻവർ എന്ന് പറഞ്ഞ സിനിമയില് പൃഥ്വിരാജും മമതയും കൂടിയാണ് പാടിയത്, ഒരു എൻടൈറ്റിൽ സോങ്, നിന്നെ കണ്ട കടലകൾ പോലെ എന്ന് പറഞ്ഞ പാട്ട്. അപ്പം അതൊരു കൗതുകം പോലെ ചെയ്തതാണ്. പക്ഷേ ഇവരെ എല്ലാവരെയും അതുപോലെ അത് കഴിഞ്ഞു, അതിനൊരു കൗതുകമായി ഞാൻ കരുതി തള്ളിക്കളഞ്ഞു. അതിനുശേഷം അതുപോലെ ദിലീപേട്ടൻ പാടാൻ തുടങ്ങി. ഇങ്ങനെ പറഞ്ഞ ഒരുപാട് സിംഗേഴ്സ്, ഒരുപാട് മുരളി ഗോപി, ദുൽഖർ, നസ്രിയ, ഇവരെല്ലാവരും പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നെ അറിയാതെ മനസ്സിലാക്കിയ വേറൊരു വലിയ സത്യമുണ്ട്. ഇവരെല്ലാവരും വേറൊരു ക്യാരക്ടർ ആവാൻ കഴിവുള്ളവരും, അല്ലെങ്കിൽ ഒരു കഥാസന്ദർഭത്തിന് അനുസരിച്ച് അവരുടെ വ്യക്തിത്വം മാറ്റി വേറൊരു പ്ലാറ്റ്ഫോമിലോട്ട് എത്താൻ കഴിവുള്ളവരാണ്. അപ്പം അവരവരുടെ ശബ്ദം മോഡുലേഷൻ, അങ്ങനെയുള്ള ഭാവങ്ങളെല്ലാം ഒരു ക്യാരക്ടർ അനുസരിച്ച് മാറ്റാൻ, ആ സ്ക്രിപ്റ്റിലുള്ള ക്യാരക്ടറിന് വേണ്ടി മാറ്റാൻ കഴിവുള്ളവരാണ്. ഒരു പ്ലേ ബാക്ക് സിംഗറിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ അത് തന്നെയാണ്. ആ പ്ലേക്ക് വേണ്ട ബാക്കിംഗ് കൊടുക്കുന്ന ഒരു വോയിസിന് ആ പ്ലേ എന്താണെന്ന് അറിഞ്ഞ് അത് ആ പ്ലേയിലുള്ള എന്താണ് കൊടുക്കേണ്ട ആ ഭാവത്തിലോട്ട് വോയിസ് എത്തിക്കുന്നിടത്താണല്ലോ ഒരു പ്ലേ ബാക്ക് സിംഗർ ഉണ്ടാവുന്നത്. ഇവിടെ എനിക്കൊരു പ്ലേ ബാക്ക് സിംഗറിന് ആവശ്യമില്ല. ആ ഭാവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന, അത്യാവശ്യം പാടാൻ കഴിയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ക്യാരക്ടറിൻ്റെ ഭാവത്തിലോട്ട് ഇവർക്ക് അതിവേഗം എത്തിക്കഴിയേണ്ടതായിട്ട്. ഒരു സിംഗറെ വിളിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത്, ഈ സിറ്റുവേഷനും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത്, എങ്കിൽ പോലും ദർ ഇസ് എ ജനറേഷൻ ലോസ്. ഒരു ആ ക്യാരക്ടറിലോട്ട് എത്താൻ ആ ശബ്ദത്തിന് ഒരു വിധം നമ്മൾ മാച്ച് ചെയ്ത്, ഇറ്റ്സ് ലൈക്ക് ലൈവ് സൗണ്ട് ആൻഡ് ഡബ്ബിംഗ് എന്ന് പറഞ്ഞ പോലെ. ഗോപി, ഇതിനകത്ത് 2-3 വശങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഞാനിതിനെക്കുറിച്ച് ചില ആൾക്കാരോട് സംസാരിച്ചും പറഞ്ഞാണ്. ഒന്ന്, ഈ സംഗീത സംവിധായകന്മാർക്ക് ഇപ്പോൾ ഒരു സൂക്കേടുണ്ട്. അതായത് ഗായകന്മാരൊന്നും ഒരു കുന്തമല്ല, ഏത് പോലീസുകാരനെ വെച്ച് പണം പാടിക്കാം. അങ്ങനെ ഗായകരെയും ഗായികമാരെയും ഡീമിസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഇവന്മാരുടെ കുതന്ത്രമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഒരിക്കലും അല്ല. അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ ഒരു കുതന്ത്രമൊന്നും ഗായകർക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആവശ്യമില്ല. എന്ന് വെച്ചാൽ അവരെല്ലാവരും, നമ്മളിപ്പോൾ കാണുന്ന എല്ലാ സിംഗേഴ്സും അവരവരുടേതായ ലെവലിൽ ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിംഗേഴ്സാണ്. ഇതിലൂടെ ആദ്യം ഞാൻ കണ്ടെത്തിയ ഒരു കൗതുകം, എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ, ഞാനൊരു കൗതുകം, ഒരു വാണിജ്യപരമായ കൗതുകം. അതിലൂടെ ഞാൻ കണ്ടെത്തിയൊരു സത്യം, ഈ ഗോപിന് നമുക്ക് ഏത് പ്രോജക്റ്റ് കിട്ടിയാലും ആ പൈസ വരാന്നുള്ളൊരു വ്യക്തം അല്ലേ? പൈസ വരാന്നുള്ളൊരു ഗ്യാരണ്ടി ഉണ്ടല്ലേ? ആർക്ക് പൈസ വരും? ഏത് പ്രോജക്റ്റിൽ ചേർത്താലും പൈസ വരാനുള്ള ഒരു ഗ്യാരണ്ടി. ആർക്ക് പൈസ കിട്ടും? മുടക്കുന്നവർക്ക് പൈസ കിട്ടും. നിങ്ങൾ വളരെ സന്തോഷം. അത് ചെറിയ കാര്യമല്ല. ഓക്കെ, വരട്ടെ ഒരാൾ. എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ മലയാളികൾക്കിടയിൽ അന്യഭാഷ ഗാനങ്ങൾ കേൾക്കുന്ന ഒരു തരംഗം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗാനമേള അല്ലെങ്കിൽ സ്റ്റേജ് ഷോ എടുത്ത് നോക്കിയാലും കൂടുതലും തമിഴ് ഗാനങ്ങളും ഹിന്ദി ഗാനങ്ങളൊക്കെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വലിയൊരു വ്യത്യാസമാണ് ഇപ്പോൾ മലയാള സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നല്ലൊരു മാറ്റമാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ചേരുവകളൊക്കെ ഇപ്പോൾ മലയാള സിനിമാ ഗാനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും നല്ലൊരു മേജർ പങ്ക് ചേട്ടനാണ് വഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മാപ്പിളപ്പാട്ടായാലും അതിൻ്റെ ഒരു ചേട്ടൻ്റെ ഒരു രീതിയിൽ ആധുനികവൽക്കരിച്ച് ചേട്ടൻ്റെ ഒരു ശൈലിയിൽ ഒരു പുത്തൻ ഉടുപ്പ് മാപ്പിളപ്പാട്ടിനൊക്കെ നൽകിയത് ചേട്ടനാണ്. അപ്പോൾ അത് വളരെ സന്തോഷം. എല്ലാ പാട്ടുകളും വളരെ സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളതൊന്നുമല്ല, വേറൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഒരുവിധമുള്ള എല്ലാ സിനിമാ നടന്മാരെയും ചേട്ടൻ പാടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പാട്ടുകളും നല്ല ഹിറ്റാണ്. അതുപോലെ ചേട്ടനും പാടി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് കാണാനും ചേട്ടൻ നല്ല സുന്ദരനാണ്. അപ്പോൾ അതുകൊണ്ട് ആ പാട്ട് കാണാനും നല്ല രസമാണ്. ഇനി ചിലപ്പോൾ ഈ നടന്മാർക്ക് അത് ചിലപ്പോൾ ഭീഷണിയായിട്ട് മാറുമോ? ഗായകന്മാർക്ക് ഭീഷണിയായിട്ട് നടന്മാരെ ഇറക്കി, നടന്മാർക്ക് ഭീഷണിയായിട്ട് ഗോപി സുന്ദറിനെ ഞങ്ങൾ ഇറക്കാൻ പോകണം. പക്ഷെ ഗായകരാണ് ഗോപി സുന്ദർ പാടും. പക്ഷെ നടന്മാർക്ക് പാട്ട് പാടിക്കൊണ്ടല്ലേ അഭിനയിച്ചത്? അല്ല, പാട്ട് പാടി അഭിനയിച്ചു എന്ന് പറഞ്ഞ് തെറ്റാണ്. അഭിനയം എന്ന് പറഞ്ഞ നടന്മാർക്കുള്ളൊരു കഴിവ് അതെനിക്കില്ല. അതിനെ കൊണ്ട് മോശപ്പെട്ട കാര്യമൊന്നുമില്ല. ഗോപി നന്നായിട്ട് അഭിനയിക്കുന്നൊക്കെ ഉണ്ട്. ഒരു ഫോട്ടോ എടുത്ത് വെക്കാനായിട്ട് പ്രശ്നമാണ്. വലിയൊരു പരീക്ഷണം ഗോപി നടത്തി. ഒരു പക്ഷേ ആ പരീക്ഷണത്തിന് പല തലങ്ങളുണ്ട്. എന്താ കാരണം വെച്ചാൽ സാധാരണഗതിയിൽ ആ ഒരു സമയത്ത് അങ്ങനെ പരീക്ഷണം നടത്തേണ്ടതില്ല. പക്ഷേ എങ്കിലും ഗോപി നടത്തി. 983 ഒരുപക്ഷെ കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന 2 പേരുടെ ശബ്ദം
താങ്കൾ കണ്ടെത്തിയത് 70 സപ്തതി കഴിഞ്ഞ ആൾക്കാരെന്നാണ്. 1983 കാലഘട്ടത്തിൽ അതിലൊരു പ്രണയം, ആ കാലഘട്ടത്തിലൊരു പ്രണയം നമുക്ക് ഈ സിനിമ മാത്രം തോന്നിച്ചാൽ പോരാ. ഇത് കാണുന്ന 1983 കാലഘട്ടത്തിൽ ആ പ്രായം കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ അന്ന് മറന്നുപോയ പ്രണയം ഓർമ്മ വരണം. അതിന് ഇന്നത്തുള്ള ഒരു സിംഗർ പാടിയ ഒരിക്കലും വർക്കൗട്ട് ആവില്ല. ഡെഫിനറ്റ്ലി ഇപ്പോൾ ആ ഭാവമാണ് ഉദ്ദേശിക്കുന്നത്. ആ ഭാവം, ശബ്ദവും ഭാവവും ഡെഫിനറ്റ്ലി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സൗണ്ടിങ് ടെക്നോളജി അല്ലെങ്കിൽ അന്നത്തെ ടെക്നിക്കൽ സാധ്യതകൾ എത്രത്തോളം പരിമിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതേ സൗണ്ടിങ്ങിൽ ഇന്ന് ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. 1983 ഒരു കാലഘട്ടമാണെങ്കിൽ പോലും 2 കൊച്ചു പിള്ളേരുടെ പാട്ടാണ്. അതെ, ആ പാട്ടിന് താങ്കൾ തിരഞ്ഞെടുത്ത ഗായകർ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ വേറൊരു ലെവലിലെത്തിയ ആൾക്കാരാണ്. ഇവരുടെ ഈ ഒരു കുട്ടികളുടെ ശബ്ദം ഒരുപക്ഷെ ഇവരിൽ നിന്ന് വരുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചു? ഇപ്പോൾ 1997 കുഞ്ചാക്കോ ബോബൻ ആദ്യം അനീതി പ്രാവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ പക്ഷേ ഇത് എൻ്റെ ഈ ചോദ്യത്തോട് കുറച്ചുകൂടി നീതി പുലർത്താൻ വേണ്ടി ഞാൻ വേറൊരാളെ കൊണ്ട് രംഗത്തിറക്കുകയാണ്. ചില വക്കീലിമാർ വേണല്ലോ, വരട്ടെ. ഈ ഗോപിചേട്ടനോട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ ഗോപി സുന്ദർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ സോങ്സിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്നൊരു സൗണ്ട് ടെക്നിക്സ് അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡിങ് പല രീതിയിലും നമ്മൾ കണക്കാക്കുന്നുണ്ട്, ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും ഓരോ തരത്തിൽ. ഞാൻ ചെയ്യുന്ന പോലെയല്ലേ വേറെ ആൾ. പക്ഷേ ഗോപി സുന്ദർ എന്ന മ്യൂസിക് ഡയറക്ടറുടെ ഏറ്റവും വലിയ വെപ്പണായിട്ട് ഗോപി സുന്ദർ എന്ന വ്യക്തി കാണുന്നത് എന്താണ്? അതാണ് എൻ്റെ ചോദ്യം. ഇതാണ് ഒരു പക്ഷേ 1983 ഗോപി സുന്ദർ പുറത്തെടുത്ത ഒരു വെപ്പൺ. താങ്കളുടെ ആ പാട്ടിന്റെ രചയിതാവ് BK ഹരിനാരായണൻ. അതെ, ഹരിനാരായണൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ്. സോ എന്നിലുള്ള വെപ്പണോ? അങ്ങനെ ഒരു വെപ്പണും ഇല്ല എൻ്റെ. ഒരു നിരായുധനായിട്ട് ഇരിക്കുകയാണ്. എൻ്റെ പൊന്നെ അരി ഒന്നുമില്ല കയ്യില്. മറ്റുള്ളവരുടെ കയ്യിൽ ആയുധം പിടിപ്പിക്കാതിരിക്കുക ദേവി. അതെ, അവരുടെ കയ്യിലാണ് ഒരു ആയുധം ഉള്ളത്. BK ഹരിനാരായണൻ്റെ കയ്യില് തൂലിക. എൻ്റെ അങ്ങനെ വലിയ ഒരു ആയുധങ്ങളും ഇല്ല. ഗോപി, നമ്മുടെ ജയേട്ടൻ അതുപോലെ വാണി ജയറാം ഒരു കണക്കിന് ഞാൻ പറഞ്ഞ പോലെ അതിനകത്തൊരു റിസ്കിൻ്റെ എലമെൻ്റ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇവരെ ഈ ഒരു ഏജിലുള്ള ആൾക്കാരെ വെച്ചിട്ട് ആ ഒരു ഗാനം വളരെ മെലോഡിയസ് ആയ ഒരു ഗാനം കൂടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനകത്ത് പല രീതിയിലുമുള്ള ഒരു റിസ്ക് ഉണ്ടായിരുന്നു. എനിക്കൊരു റിസ്ക് തോന്നിയിട്ടില്ല. കാര്യം എന്നിലുള്ള പ്രേക്ഷകൻ ഹാപ്പിയാണ്. 1983 ഒരു പക്ഷേ നിന്നത് ഈ ഗാനം എന്നുള്ള പില്ലറിൻ്റെ മുകളിലാണ്. ആ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവം, ആ സിനിമയിൽ പ്രധാനപ്പെട്ട ഭാവം മാത്രമാണ്. പക്ഷേ ജീവൻ സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരു ഊഷ്മളത ആ സിനിമ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. അതിന് സപ്പോർട്ടീവായിട്ട് ആ 1983 കാലഘട്ടം എൻ്റെ സംഗീതത്തിലൂടെ അല്ലെങ്കിൽ ജയേട്ടൻ്റെയും വാണിയമ്മയുടെ പോലുള്ള വലിയ ലെജൻസിൻ്റെ വോയിസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. മലയാള പ്രേക്ഷകർ അത് ഏറ്റെടുത്തു. വരട്ടെ, അതിൻ്റെ ഒരാളും കൂടെ വരട്ടെ. 80s പാട്ട് പാടുമ്പോൾ വാണി ജയറാമിൻ്റെ ശബ്ദം പോലെ ഒരു ശബ്ദം വേണം എന്ന് പറഞ്ഞപ്പോൾ ഗോപിയോട് പറഞ്ഞു, ഷൈൻ വാണി അമ്മയുടെ പോലെ അല്ലെങ്കിൽ വാണി ജയറാമിൻ്റെ പോലെ ഒരു ശബ്ദം, അത് വാണി ജയറാമിൻ്റേത് മാത്രമേ ഉള്ളൂ, അപ്പോൾ നമുക്ക് വാണിയമ്മയെ തന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഗോപി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വാണിയമ്മേനെ അന്വേഷിച്ച് നടന്ന് ബോംബെയിലുണ്ടെന്ന് കണ്ടെത്തി. പിന്നെ ഞങ്ങൾ മെയിൽ വോയിസ് ആര് വേണം, അപ്പോൾ ജയേട്ടൻ മതിയെന്ന് തീരുമാനമായി. അങ്ങനെയാണ് ആ പാട്ട് രണ്ടുപേരെ കൊണ്ട് പാടിക്കുന്നത്. എനിക്ക് ഗോപിയോട് പറയാനുള്ളത്, ഞാൻ അധികം സിനിമകൾ ചെയ്തിട്ടില്ല, ആ ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പാട്ടുകളൊന്നും ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. പക്ഷെ ഗോപിയെ സംബന്ധിച്ചിടത്തോളം പുതിയ കുറേ പാട്ടുകാരെ കൊണ്ട് ഗോപി പാടിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ അല്ലെങ്കിൽ തലമുറയിൽപ്പെട്ട ഈ ലെജൻഡറി സിംഗേഴ്സിനെ കൊണ്ട് പാടിച്ചപ്പോൾ ഗോപിയുടെ കണ്ണ് നിറയുന്നത് കരയുന്നത് ഞാൻ കണ്ടതാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ വളരെ ഇമോഷണലായി പോയി. പക്ഷേ ഗോപി കരയുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഗോപിക്ക് അതെങ്ങനെയാണ് ആ എക്സ്പീരിയൻസ് ഒന്നും എനിക്കറിയാതെ, എന്നാലും ഒന്ന് പ്രേക്ഷകരോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. പല വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഓലഞ്ഞാലി കുറിയെന്നൊരു പാട്ട് ക്രിയേറ്റ് ചെയ്യുമ്പം അതിൻ്റെ പിന്നിൽ ആ പാട്ട് ഇവർ പാടി കഴിഞ്ഞപ്പോഴാണോ താങ്കളുടെ കണ്ണ് നിറഞ്ഞെന്ന് പറഞ്ഞ്? അത് ശരിക്കും കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഫീല് മാക്സിമം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ജയേട്ടനും വാണിയമ്മയും പാടുന്നതിന് മുമ്പ് നമ്മളുടെ പുതിയ തലമുറയിലുള്ള ഒരുപാട് സിംഗേഴ്സിനോട് ഞാൻ പാടിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊന്നും ഞാൻ ഹാപ്പി ആയിരുന്നുമില്ല. ഞാൻ പാടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയല്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു പാട്ട് ഞാൻ പാടിയിട്ട് ഞാൻ ഹാപ്പി ആവാതിരിക്കുന്നത്. എന്ന് വെച്ചാൽ മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ
ഒരു സിംഗറായിട്ട് ഞാൻ പാടുമ്പോൾ എൻ്റെ പാട്ട് ഞാൻ പാടിയ എനിക്ക് ഫീൽ എന്നും കറക്റ്റായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു പാട്ട് എനിക്ക് എൻ്റെ കമ്പോസിഷൻ ഞാൻ തന്നെ പാടിയിട്ട് എനിക്ക് തന്നെ ഓക്കെ അല്ലാത്തൊരു അയ്യോ ഞാൻ പാടിയിട്ട് തന്നെ ഈ പാട്ട് ശരിയാവുന്നില്ലല്ലോ, അതെന്നെ വല്ലാതെ മാനസികമായിട്ട് അലട്ടി. അങ്ങനെയാണ് ഒരു ട്രയലിനുള്ള രീതിയിൽ എനിക്ക് ഡയറക്ടറിൻ്റെ സജഷനിലൂടെ ജയേട്ടൻ്റെയും വാണിമിട് ജയേട്ടൻ പാടിയപ്പോൾ തന്നെ ഞാൻ തകർന്നു. വാട്ട് ഈസ് ലെജൻഡറിക് സിംഗിങ്, എന്താണ് ആ കാലഘട്ടം, എന്താണ് നമ്മുടെ പൂർവികരുടെ ശക്തി എന്നെനിക്ക് ഒരുപാട് മാനസികമായിട്ട് മനസ്സിലാക്കി തന്ന ഒരു ലെജൻഡറിക് സിംഗറാണ് നമ്മുടെ ജയേട്ടൻ. പിന്നെ വാണിയമ്മ ഇത് പാടിയപ്പം ആ കാലഘട്ടങ്ങളിൽ അവർക്ക് കിട്ടിയിരുന്ന വോക്കൽ ട്രെയിനിങ് എന്തായിരുന്നു, ഒറ്റ ടേക്കിലാണ് അവർ പാടിയത്. ഞാൻ കുറച്ച് പാടിക്കുമ്പോൾ ഓക്കെ വാണിയമ്മ അടുത്ത ടേക്ക് എന്ന് പറയാൻ വേണ്ടി അവരെന്നെ സമ്മതിച്ചിട്ടില്ല. സെക്കൻഡ് ചരണം തൊട്ട് ലാസ്റ്റ് പല്ലവി വരയ്ക്കും ഒറ്റ ടേക്കിലാണ് വാണിയമ്മ പാടിയിരിക്കുന്നത്. ആ ഒറ്റ ടേക്കിൽ പാടി അവസാനിക്കുന്ന നിമിഷം ഞാൻ റെക്കോർഡ് ഓഫ് ചെയ്തില്ല, റെക്കോർഡ് പോയിക്കൊണ്ടിരിക്കുക, ഞാൻ കരയായിരുന്നു. ലിറ്ററലി ഐ വാസ് ക്രൈങ്. കൂടെ നോക്കുന്ന അപ്പോൾ കരഞ്ഞ നാണക്കേടാണല്ലോ, ഒരിക്കലും കരയാത്ത ഞാൻ ഭയങ്കര മോശമായിപ്പോയി, കരയരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ബലമൊക്കെ പൊട്ടിച്ച് പതുക്കെ സൈഡിലോട്ട് നോക്കിയപ്പോൾ എബ്രിൻഷാൻ അവിടെ നിന്ന് വാവിട്ട് കരയാണ്. അത് ഞാൻ ഇപ്പുറത്ത് നോക്കിയപ്പോൾ എൻ്റെ കൂടെ വന്നവരൊക്കെ പൊരിഞ്ഞ് കരച്ചിരിക്കാൻ പറ്റി. ഞാൻ മാത്രമല്ലല്ലേ, ഞാൻ മാത്രമല്ല ലോല ഹൃദയം ഒരുപാട് താങ്കളുടെ കണ്ണീരാണ് അവർക്ക് വഴികാട്ടിയത്. ചില ആൾക്കാർ ചില സ്ഥലത്ത് ഒരാൾ ചിരിക്കുമ്പോഴാണ് വേറെ ആൾക്ക് ഇല്ല, ഞാൻ കരയുന്ന ആരും കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവർ കണ്ടിട്ടൊന്നും എനിക്കറിയാം. കരയുന്ന ഒരു വീക്ക്നെസ് ആണോ? കരയുന്ന ഒരു വീക്ക്നെസ് അല്ല, കരയുന്ന ഒരു വികാരമാണ്. അത് ചിരിക്കുന്ന വികാരം പോലെ. താങ്കളെ പിന്നെ കടിച്ചമർത്തിയത് ഇങ്ങനെ ഗോപി സുന്ദർ കരയാൻ പാടില്ല? കരയാൻ പാടില്ലല്ലോ. ഒരു ബോംബെയിലെ ഒരു സ്റ്റുഡിയോയിൽ ഇരുന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യണം, വാണിയമ്മ പാടിക്കൊണ്ടിരിക്കുന്നു, ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എനിക്ക് ഇമോഷണലായിട്ട് എനിക്ക് ഞാൻ കരഞ്ഞു. എന്നിലുള്ള മനുഷ്യൻ പച്ച മനുഷ്യൻ പുറത്തേക്ക് വന്നു, കുറേയൊക്കെ അടക്കി പിടിച്ച് നോക്കി, കുറച്ചൊക്കെ അടക്കി പിടിച്ച് നോക്കി. ദേഷ്യയിലാണ്ടപ്പോൾ പച്ച മനുഷ്യൻ പുറത്തിറങ്ങി കരയാൻ തുടങ്ങി. കരഞ്ഞ് കണ്ട് പിന്നെ നാണക്കേടാണല്ലോ, ഇപ്പോൾ വേറെ എഞ്ചിനീയേഴ്സ് ഒക്കെ ഇരിപ്പുണ്ട്. ശരി, അങ്ങനെ ഈ പറഞ്ഞ ചില സമയത്ത് ചില ആൾക്കാർ പുറത്തേക്ക് വരും. നമ്മൾ എത്രത്തോളം തീർച്ചയായും നമ്മൾ എത്രത്തോളം വ്യാജമായ എന്തൊക്കെ പറഞ്ഞാൽ പോലും ചിലപ്പോൾ പുറത്തേക്ക് ചാടും. വരട്ടെ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഞങ്ങൾക്കറിയാം, ഇപ്പോൾ പല ഫിലിംസിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരുമ്പോഴും പാട്ടുകളിലായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായാലും ഈവൻ ആഡ്സ് ആണെങ്കിൽ പോലും പല റെഫറൻസിൻ്റെ പിറകെ നമുക്ക് പോകേണ്ടതായിട്ട് വരാറുണ്ട്. അത് അവരുടെ റിക്വയർമെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ പിടിക്കപ്പെടും അല്ലെങ്കിൽ പിടിക്കപ്പെടാതെ പോകും എന്നറിയാമായിട്ട് കൂടി അതിന് വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ചേട്ടൻ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഗോപി ഇതിൻ്റെ ഒരു മലയാള പരിഭാഷ കൊടുത്തതേ പെട്ടെന്ന്. ഇവരെൻ്റെ പ്രോഗ്രാമേഴ്സാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് സ്ഥിരമായിട്ട് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ചേർന്ന ജോലിയാണ് പ്രോഗ്രാമറായിട്ട്. ഞാൻ പറഞ്ഞൊരു ഭേദമുണ്ട്, പ്രകാശ് അല്ലേ, എന്താണ് പ്രകാശ് പിടിക്കപ്പെടുമെന്ന് ഒക്കെ അറിയാം എങ്കിൽ പോലും ചെയ്തു പോകും. എന്താ ഉദ്ദേശിച്ചത്? അതായത് ചില സമയത്ത് നമ്മളുടെ ഡയറക്ടർ അല്ലെങ്കിൽ സോ കോൾഡ് ഡിസിഷൻ എടുക്കുന്നവർ, അവർ നമുക്ക് എഡിറ്റേഴ്സ്, അവരൊക്കെ നമുക്ക് ചില റെഫറൻസുകൾ തരാറുണ്ട്. ഈ മൂഡിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു തരാറുണ്ട്. അപ്പം അതിൽ ആ മൂഡിൽ തന്നെ ഇരിക്കുകയും അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് പോയിന്റിലൂടെയാണ് ഇത് ചെയ്യുന്നത്. അതായത് അവിടെയും ഞാൻ ബിസിനസ്സുകാരനാവും, ഈ പറഞ്ഞ പോലെ ഇവരെയും ഹാപ്പി ആക്കണം, അവരെയും ഹാപ്പി ആക്കണം, ജനങ്ങളും പ്രശ്നം ഉണ്ടാക്കരുത്, നമ്മുടെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യുകയും ചെയ്യണം. എന്നാൽ അവരുടെ അതെ. അപ്പോൾ അതിന് ഒരുപാട് നിയമവശങ്ങളുണ്ട്. ഇപ്പം ഒരു ട്യൂൺ നമ്മൾ കോപ്പി അടിക്കുകയാണെങ്കിൽ, അടിച്ചു മാറ്റുകയാണെങ്കിൽ അതിന് ചില നിയമവശങ്ങളുണ്ട്. നൊട്ടേഷൻ ഡിഫറെൻ്റ് ആയിരിക്കണം, ഒരേ നൊട്ടേഷൻ ആയിരിക്കും, ഒരേ ടെമ്പോയിലായിരിക്കും, ഒരേ ശ്രുതിയിലായിരിക്കും, ഇങ്ങനെയൊക്കെ അതിന് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. ആ ലൂപ്പ് ഹോളിലൊക്കെ ഞാൻ കയറി പിടിക്കും. അപ്പോൾ വിദഗ്ധമായിട്ട് ഏതൊരു തൊഴിലിനും അതിന്റെ വിദഗ്ധത നമുക്ക് അത്യാവശ്യമാണ്. അതോടുപോലെ തന്നെ അത് നല്ല മോഷണം ചെയ്യുകയാണെങ്കിലും പിടിക്കപ്പെടാൻ പാടില്ല. അത് കേൾക്കുമ്പോൾ പോലെ തോന്നുമെങ്കിലും അതിന് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരാനുള്ള വാതിലുകളെല്ലാം നമ്മൾ തുറന്നു വെച്ചിരിക്കണം. ഇതൊരു മോഷണം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല, അത് ലോക നിയമമായിട്ട് ഒരുപാട് പേര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പ്രശ്നമുള്ള കാര്യം. ചില ആൾക്കാർ വീട് കുത്തിപ്പൊളിക്കും, ചില ആൾക്കാർ ബാങ്ക് ലോക്കർ എടുക്കും, ചില ആൾക്കാർ ഇതുപോലെ മ്യൂസിക് മോഷ്ടിക്കും. അതെ. അപ്പോൾ ഈ റെഫറൻസ് വേണമെന്നുള്ള ഭാഗത്ത് നമ്മൾ 2 പാർട്ടികളെ നമ്മൾ ഹാപ്പി ആക്കിയേ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ അതിനെ കൊണ്ടുപോകും. ഒരുപക്ഷെ ഗോപിയുടെ ഈ പറഞ്ഞ വാണിജ്യപരത അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ പാട്ടിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമയുടെ ഉടമസ്ഥൻ, അവരുടെ കമ്പൽഷൻ, അവർക്ക് വേണ്ടി നിന്ന് കൊടുക്കേണ്ടതൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള ചില എന്താ പറയുക എൻക്രോച്ച്മെന്റ്സിന് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാവും. ഇപ്പം ഞാൻ ജനഗണമന എന്ന് പറഞ്ഞൊരു പാട്ട് കോപ്പി അടിച്ചെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. അതായത് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ടാണ്. റിസ്ക് എടുത്താണോ? റിസ്ക് ഇല്ല എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. പക്ഷേ അതിൽ എനിക്ക് ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഇപ്പം
ഓട്ടം ഇതാണ് ഗോപിയുടെ ഒരു വിദഗ്ധ. അതാണ് അതായത് ഇതൊന്നും മറച്ചു വെച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇത് ചെയ്യുമ്പോൾ തന്നെ എനിക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും എല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങളാണ്. ഞാനെന്താ വെച്ചാൽ അതിൻ്റെ ബാക്കിംഗ് അതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൽ വേറെ പാട്ടാണ് ഞാൻ പാടിയത്. അതുപോലെ തോന്നിക്കുന്ന വേറെ പാട്ട്. അതിൽ മ്യൂസിക് നൊട്ടേഷൻ ടോട്ടലി ഡിഫറെൻ്റ് ആണ്, പ്ലേസ്മെൻറ്റ്സ് സെയിം ആണ്, പക്ഷേ മ്യൂസിക് നൊട്ടേഷൻ ടോട്ടലി വേറെയാണ്. നിയമം നോക്കുന്ന നൊട്ടേഷനാണ്, നൊട്ടേഷൻ എടുത്ത് നോക്കിയാൽ രണ്ടും വേറെ വേറെ നൊട്ടേഷനാണ്. നിയമത്തിന്റെ മുമ്പിൽ നിന്ന് ഗോപി രക്ഷപ്പെട്ടുവെങ്കിലും ഒരുപക്ഷെ ഒരു സംഗീതത്തെ വളരെ ഗൗരവമായിട്ട് നോക്കിക്കാണുന്ന ആൾക്കാരുടെ മുമ്പിൽ ഗോപി ഒരു മോഷ്ടാവായോ? തീർച്ചയായിട്ടും മോഷ്ടാവ് തന്നെയാണ്. ഈ പാട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മോഷ്ടാവ് തന്നെയല്ലേ, അല്ലാണ്ട് പറയുന്നില്ലല്ലോ. അല്ലാണ്ട് മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായി തുറന്നു പറയുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പം മോഷ്ടിച്ചിട്ടില്ലെങ്കിൽ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയാം. മോഷ്ടിച്ചു എന്നുള്ളത് കൊണ്ട് താങ്കൾ മോഷ്ടിച്ചു എന്ന് ഇപ്പോൾ തുറന്നു പറയുന്നു. തീർച്ചയായിട്ടും ഒരു മോഷ്ടാവാണ് താങ്കൾ. ഏതൊരു പണ്ടൊരു കവിതയുണ്ട്, വെറും ഒരു മോഷ്ടാവായി എന്നെ കളർന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറയില്ല. നമ്മൾ ഇതിൽ മോഷണമല്ല. ബ്രയൻ ആഡംസിന് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. എല്ലാവരെയും പോലെ തന്നെ ഞാനും ഒരു സാധാരണ പ്രേക്ഷകനാണ്. നോട്ടീസ് കിട്ടിയോ? ഏത് നോട്ടീസ്? ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഭാഗ്യം. അല്ല, കിട്ടിയെന്ന് പറഞ്ഞ് പത്രങ്ങളിൽ കണ്ടു, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. സത്യം അങ്ങനെ കിട്ടുവാണെങ്കിൽ എനിക്കല്ല കിട്ടുക, എന്റെ പ്രൊഡ്യൂസറിനാണ് കിട്ടുക. പക്ഷെ ഇതുപോലെ പഠിച്ച കള്ളന്മാരെ അവർ കണ്ടിട്ടുണ്ടാവില്ല. ഇത് കള്ളന്നല്ല പറയുന്നത്. ഇപ്പം ഒരുപാട് ക്രിയേഷൻസ് ഉണ്ട്, അവരുടെ സാമ്യമുള്ള ഇൻസ്പിറേഷൻ ആയിട്ടുള്ള പാട്ടുകൾ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇൻസ്പയർ ചെയ്താലും കോപ്പി അടിച്ചും തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇതിനുശേഷം ഗോപി, ഞാൻ ഇത് നമ്മൾ രസകരമായൊരു സംസാരമായിട്ട് പറഞ്ഞു പോകുന്ന കേട്ടോ, ഇതിനുശേഷം ചില ആൾക്കാർ പറഞ്ഞു ഗോപി സുന്ദറിന്റെ പേര് മാറ്റി നോട്ടിഫൈ ചെയ്തു, കോപ്പി സുന്ദർന്നാക്കി. ഓക്കെ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അത് കേട്ടിരുന്നോ? ഞാൻ ഇഷ്ടം പോലെ കേട്ടു. ചില ആൾക്കാർ ഉറക്കം വിളിച്ചോ കോപ്പി സുന്ദറിന്? ഇല്ല, വിളിച്ചില്ല. ധൈര്യം കാണിച്ചില്ല. ഇല്ല, ധൈര്യവും കാണിച്ചോട്ടെ, അതുകൊണ്ടൊന്നും ഇവിടെ ഇളകുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇളകി പോകാനുള്ള ഒരു കുണഞ്ഞ കല്ലുമായിട്ടല്ല ഞാനിവിടെ ഇരിക്കുന്നത്. ഒരു 14 വർഷത്തോളം ഇതിനു വേണ്ടി ത്യാഗം ചെയ്ത് ഒരുപാട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് തീക്ഷ്ണമായ ഭാവതലങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് ഇതിൻ്റെ അപ്പുറം ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അതുകൊണ്ടൊന്നും ബാധിക്കുന്ന കാര്യങ്ങളല്ല. നല്ല സംഗീതം എന്നും ആളുകൾ അംഗീകരിക്കും എന്ന് കരുതി ഈ പാട്ടിനെ ആരും പുച്ഛിച്ചിട്ടോ തള്ളിയിട്ടോ ഒന്നുമില്ല. ആ പാട്ട് ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട്. കുട്ടികളൊന്നും ഈ പാട്ട് പാടിക്കൊണ്ടിരിപ്പുണ്ട്. പല സ്ഥലങ്ങളിൽ ഞാൻ ഈ പാട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇതിനോട് വിരക്തിയുള്ളവർ കേൾക്കണ്ട. ഞാൻ ബ്രെയിൻ ആഡംസിനോട് ചെയ്യുന്ന എൻ്റെ ഒരു സ്നേഹമാണത് ഈ പാട്ടിലൂടെ അറിയിച്ചത്. അത് ഭയങ്കര വിദഗ്ധമായിട്ട് സംഭവമാണ്. അതൊക്കെ അറിയിച്ച ഗോപി എന്നൊക്കെ രണ്ടു കാര്യം പറയാം. ഒന്ന്, ഈ പറഞ്ഞ ഞാനിപ്പം ഒരുപക്ഷെ ഞാൻ ഈ സംഗീതത്തെക്കുറിച്ച് വലിയ ധാരണയുള്ള ആളല്ല, പക്ഷേ എങ്കിൽ പോലും ഇത് താങ്കൾ എന്തായാലും എനിക്ക് ഗോപിയോടുള്ളൊരു ഇഷ്ടം എന്താ അറിയാം. ഗോപി പറഞ്ഞു ഞാൻ മോഷ്ടിച്ച് തന്നെയാണ് എന്ന് പറഞ്ഞു. അവിടെയാണ് ഗോപിക്ക് മാർക്ക് വീണത്. ഒരുപക്ഷെ ഇപ്പോഴാണ് താങ്കൾ SLC പരീക്ഷ എഴുതുന്നെങ്കിലുണ്ടല്ലോ ഡിസ്റ്റിങ്ഷൻ ജയിച്ചത്. എന്താ കാരണം വെച്ചാൽ ഈ ഒരു നിലപാടെടുക്കുമ്പോഴാണ് ഒരുപക്ഷെ ഗോപി കുറച്ചുകൂടി ഈ പറഞ്ഞ ഗ്ലാമറസ് ആകുന്നത്. മോഷ്ടിച്ചു എന്ന് പറയുന്നു ചില ആൾക്കാർ. എന്താ പറഞ്ഞറിയോ, എനിക്ക് പ്രചോദനം ഞാൻ ഉൾക്കൊണ്ടു. അല്ല, പ്രചോദനം ഉൾക്കൊണ്ടാലും അതിനെ മോഷ്ടിച്ചെന്ന് പറയുമ്പോൾ മോഷ്ടിച്ചെന്ന് തന്നെ പറഞ്ഞാൽ മോഷ്ടിച്ചെന്ന് തന്നെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഈ ഇൻഡസ്ട്രിയിൽ ഒരുപക്ഷെ ഗോപിയെ പോലെ തന്നെ സക്സസ്ഫുൾ ആയ ഒരാൾ വരട്ടെ. ഹലോ ഗോപി, എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ മലയാളത്തിൽ ഫുൾ ലെവൽ എനർജി പാക്ഡ് സോങ്സ് കൊണ്ടുവന്നിട്ടുള്ള മ്യൂസിക് കമ്പോസറാണ് ഗോപി. അതൊട്ടും എളുപ്പമല്ല എന്നെപ്പോലെ ഒരു സംഗീത സംവിധായകൻ വിലയിരുത്തുമ്പോൾ. കാരണം നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും എനർജി പാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അത് വഴിതെറ്റിപ്പോകുന്നൊരവസരത്തിൽ ഏറ്റവും കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഫുൾ എനർജി പാട്ടിൽ കൊണ്ടുവരാൻ ഗോപിക്ക് വിജയപൂർവ്വം സാധിക്കുന്നു. ഒപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് ഗോപിയുടെ മ്യൂസിക്കിൽ നിർമ്മലമായിട്ടുള്ള മനസ്സുകളെ, പ്രത്യേകിച്ച് കുട്ടികളുടെ മനസ്സുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന എന്തോ ഒരു മാജിക് ഗോപിയുടെ പാട്ടിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ വീട്ടിലെ കുട്ടികളൊക്കെ എപ്പോഴും പാടി നടക്കുന്ന പാട്ട്. ഒരുപക്ഷെ എന്താണ് അതിൻ്റെ ഒരു മാജിക് എന്നുള്ള ഗോപിക്ക് മാത്രം അറിയുന്ന രഹസ്യമാണ്. എന്തായാലും അത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. ഒരു ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഹൃദയത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു താളം അല്ലെങ്കിൽ ഈണം എന്ന് പറയുന്നത്. അത് ഗോപി കീപ്പപ്പ് വിശ്വസിക്കുന്നു. അദ്ദേഹം പറയണ്ടേ കുട്ടികളുടെ മനസ്സിലോട്ട് കയറുന്നത്. മേ ബി കൂടുതൽ സിമ്പിളായിരിക്കും, സിംപ്ലിസിറ്റി ആയിട്ട് പാടാൻ കഴിയുന്ന പാട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും ഐ തിങ്ക്. പിന്നെ എല്ലാവരുടെ മനസ്സിലൊരു കുട്ടിയുണ്ടല്ലോ. കലാകുടുംബത്തിൽ നിന്നാണ് ഗോപി വരുന്നത്. രാമോ കാര്യട്ടപ്പിനെ പോലുള്ള വലിയ എന്താ പറയുക, വലിയ സംവിധായകന്മാർ, ഇതിഹാസ തുല്യമായിട്ടുള്ള പരിവേഷമുള്ള ആൾക്കാർ, അങ്ങനെ കുടുംബ പശ്ചാത്തലമുണ്ട്. അതൊരിക്കലും എൻ്റെ ഒരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ പറയില്ല. അതൊരു നിമിത്തമാണ്. ഞാൻ അവിടെ വന്ന് ജനിച്ചു, അങ്ങനെ ഒരു ഫാമിലിയിൽ വന്ന് ജനിച്ചു. അതുകൊണ്ട് എനിക്ക് ഒരു പ്രത്യേക ഗുണങ്ങളോ കഴിവുകളോ ഒന്നുമില്ല. എല്ലാം ഓരോ മനുഷ്യനും ഇൻഡിവിജ്വൽസ് അവരവരുടെ കഴിവുകൾ വളർത്തിയെടുത്തതിൽ നിന്നുള്ളതാണ് എൻ്റെ ഒരു. ആ കുടുംബത്തിലെ വേറൊരാളും കൂടി വേണം കൊണ്ടുവരാൻ. വരട്ടെ. ബേസിക് ആയിട്ടുള്ള
ഒരു എന്തെങ്കിലും ക്ലാസിക്കൽ സംഗീതം പഠിച്ച ഒരു സംഗീത സംവിധായകനല്ല. ഒരു ഇൻബോൺ ദൈവമായിട്ട് കനിഞ്ഞ് അനുഗ്രഹിച്ച് കൊടുത്ത ഒരു ടാലൻ്റാണത്. എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻസിയാണ് ഈ സംഗീതത്തിലുള്ളത്, വളരെ വ്യത്യസ്തമായ രീതിയിലുള്ളത്. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ട്. ആ പേരും പ്രശസ്തിയും ജീവിതവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അങ്കുട്ടന് എന്ത് തോന്നുന്നു? ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകളുണ്ട്. അത് അതിൻ്റെ രീതിയിൽ തന്നെ നടന്നു പോകുന്നു. എന്തായാലും ജീവിതമായിട്ട് കണക്ട് ചെയ്യാറില്ല ഞാനങ്ങനെ. അതിന് ഞാനൊരു ഫുൾ ടൈം ഫുൾ ഓൺ 100% മ്യൂസീഷ്യനാണ്. അതിനോട് എൻ്റെ മ്യൂസീഷ്യനായിരിക്കുന്ന മനസ്സിന് ഞാൻ എന്നും ധ്യാനിച്ച് അതിന് വേണ്ടുന്നതും അതിന് വേണ്ട കാര്യങ്ങളും വ്യക്തമായി ചെയ്യുന്നു. എൻ്റെ മ്യൂസിക്കാണ് എൻ്റെ ലൈഫ്. ഇത്രയും നേരം ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് വളരെ നന്ദി. ഒരു പാട്ട് ഗോപിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടി പാടിക്കൊണ്ട് നമ്മൾ ഈ ഒരു അനൗപചാരികമായിട്ടുള്ള വർത്തമാനം സംഭാഷണം അവസാനിപ്പിക്കും. ചില മിസ്റ്റേക്സ്, ബ്ലൂപ്പേഴ്സ് അല്ലെങ്കിൽ ഗൂഫപ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതല്ല, കുറെ കാലമായിട്ട് ഇതിന്റെ പിന്നാലെ തന്നെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിച്ചു, ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നെ ചിലതൊക്കെ വെറും സില്ലി ആയിട്ട് തോന്നും, അത് പിന്നെ കോളം ഫില്ല് ചെയ്യാൻ വേണ്ടി എടുത്താണെന്ന് മാത്രം വിചാരിച്ചാൽ മതി.